ത്യാഗരാജ, ദാ ഇത് കഴിക്ക്. ഓ, ഇത് എത്രാമത്തെ ഗുളികയാ ചേച്ചി? അസുഖം മാറണ്ടേ? കഴിച്ചാലേ അസുഖം മാറുള്ളൂ. ദാ. മതി മതി. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെ കിടപ്പിലായി പോയത്. ഇതെന്താ പറ്റിയേ? സത്യത്തിൽ എന്താ സംഭവിച്ചേ? പറഞ്ഞില്ലേ ചേച്ചി, അപകടം, വാഹനാപകടം. ശരി, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാ കേസ് കൊടുക്കണ്ടെന്ന് നീ പറഞ്ഞേ? ഏയ് വേണ്ട വേണ്ട, കേസും വഴക്കൊന്നും വേണ്ട. എന്തിനും കേസിനും വഴക്കിനും നിൽക്കുന്ന നിനക്ക് ഇപ്പൊ എന്താ കേസ് വേണ്ടെന്ന് തോന്നുന്നേ? ഇടിച്ച വാഹനത്തിന്റെ ഉടമ നിന്നെ ഭീഷണിപ്പെടുത്തിയോ? സാധാരണ ഒന്നിനും പേടിക്കാത്ത ആളാണല്ലോ നീ. നിനക്ക് എന്താടാ പറ്റിയേ? എനിക്കൊന്നും പറ്റിയില്ല ചേച്ചി. പറഞ്ഞു എനിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നിക്കാതിരുന്നാ മതി. നിന്നെ രക്ഷിച്ച ആള് ആ മുസ്തഫ. അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റിയ എല്ലാം വിശദമായി അറിയായിരുന്നു. അയ്യോ വേണ്ട വേണ്ട വേണ്ട. എന്താടാ ചേച്ചി, എല്ലാം കൂടെ നോക്കുമ്പോഴേ ദേവക്കാട്ട് പ്രശ്നങ്ങൾ തുടങ്ങിയത് എപ്പോ മുതലാന്നറിയാമോ? എപ്പോ മുതലാ? തനൂജ ഇവിടെ വന്നപ്പോ മുതലാ ചേച്ചി. അവളൊരു നെഗറ്റീവ് എനർജിയാ ചേച്ചി. എന്ത് നെഗറ്റീവ് എനർജി? ഈ നിമിത്തങ്ങളിലും സൂചനകളിലും ഒന്നും വിശ്വാസമില്ലാത്ത ആളാ ഞാൻ. പക്ഷേ ഇപ്പൊ തോന്നുക അതിലെന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന ഒന്നും വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ല. പ്ലാനിംഗ് ഒക്കെ തെറ്റുന്നു. അന്ന് ദേവികയെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി. പക്ഷെ എന്തെങ്കിലും നടന്നു? അവള് ക്ലീൻ ആയിട്ട് അങ്ങ് ഇറങ്ങിപ്പോയില്ലേ? തനൂജയുടെ അച്ഛൻ ബലരാമൻ അളിയനാണെന്ന് ആ പ്രഭാവതി പത്രസമ്മേളനത്തിൽ വരെ പറഞ്ഞില്ലേ? അതൊക്കെ നമ്മളെ എത്രമാത്രം മോശമായി ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ചേച്ചി? അവളെ നമുക്ക് ഇവിടുന്ന് പറഞ്ഞേക്കണം. നമുക്ക് നാളെ തന്നെ ഒരു ന്യൂറോയെ പോയി കാണാം. ത്യാഗരാജ, അപകടത്തിന്റെ ഷോക്കില് നിന്റെ മനസ്സങ്ങ് പിടിവിട്ട് പോയിരിക്ക. അതുകൊണ്ടാ ഇന്ന് വരെ ചിന്തിക്കാത്ത രീതിയിലൊക്കെ നീ ഓരോന്ന് പറയുന്നേ. അവന്റെ ഒരു നെഗറ്റീവ് എനർജി. നീ കിടന്ന് ഉറങ്ങാൻ നോക്കിയേ. ചേച്ചി, എന്റെ ശക്തിയൊക്കെ ചോർന്നു പോയോ? അവൾ ഈ വീട്ടിലെ കാലെടുത്ത് വെച്ച അന്ന് തുടങ്ങിയതാ ഈ വീട്ടിലെ ദുരന്തം. എന്തൊരു ജന്മ അവള്.